أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യ രക്ഷിതാക്കളെ, സ്നേഹമുള്ള നാട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ വല്ലപ്പുഴ പ്രദേശത്ത് ഒന്നുകൂടെ ഒരു ദീനി സദസ്സിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഗമത്തിന്റെ സാഹചര്യം എന്ത് എന്ന് ഈ വല്ലപ്പുഴയിൽ അടുത്തിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയുന്നതാണ്. കഴിഞ്ഞ മാസം 31-ാം തീയതി ഇവിടെ വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സംവാദ വ്യവസ്ഥ, അതിൻ്റെ ചർച്ച നടക്കുകയുണ്ടായി. എന്താണ് ആ ചർച്ചയിൽ ഉണ്ടായത്? എന്തുകൊണ്ട് ഒരു വാദപ്രതിവാദം നടക്കാതെ പോയി? എന്തെല്ലാമാണ് ആ ചർച്ച കൊണ്ട് ലഭിച്ച ഫലങ്ങൾ? ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന് അറിയുക, മനസ്സിലാക്കുക, ചർച്ച ചെയ്യുക എന്നതാണ് ഇങ്ങനെ ഒരു ഒത്തുചേരൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ആരും തെറ്റിദ്ധരിക്കരുത്, ഇതൊരു വിജയ ആഘോഷ പരിപാടിയല്ല. കാരണം ആ നിലക്ക് ആഘോഷിക്കേണ്ട കാര്യമല്ലല്ലോ ദീനീയായ രംഗത്തുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം സ്തുതിക്കുകയും ആ നിലക്ക് അല്ലാഹുവിൽ നിന്ന് കൂടുതൽ റഹ്മത്തുകൾ തേടുകയും ചെയ്യേണ്ട സന്ദർഭമാണിത്.
ആരോടെങ്കിലുമുള്ള ദേഷ്യം തീർക്കുവാനോ ആരെങ്കിലും പരാജയപ്പെട്ടതിൽ ശവത്തിൽ കുത്തി നോവിക്കുവാനോ അല്ല ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ അപ്പുറത്തുള്ള ആ പരിപാടിയിൽ അതല്ലെങ്കിൽ അപ്പുറത്ത് ഭാഗത്ത് നിന്ന് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, അതിൽ പങ്കാളികളായ ആളുകൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്തിനാണ് വീണ്ടും ഇങ്ങനെ ശവത്തിൽ കുത്തുന്നത് എന്ന്. ആമുഖമായി സൂചിപ്പിക്കുന്നു, എന്താണ് ആ ചർച്ച കൊണ്ടുണ്ടായ നേട്ടമെന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമുണ്ടായിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആമുഖമായി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ 31-ാം തീയതി ഇവിടെ വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒരു വാദപ്രതിവാദം നടത്തുവാനുള്ള വ്യവസ്ഥ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ചർച്ച നടക്കാനുണ്ടായ സാഹചര്യം എന്താണ്? നോക്കൂ, നമ്മൾ ഈ വല്ലപ്പുഴയിൽ ഏറ്റവും അടുത്ത സംഭവം എടുത്ത് പറയുകയാണെങ്കിൽ, ബഹുമാനനായ സക്കരിയ സ്വലാഹി അദ്ദേഹം ഇവിടെ മാല മൗലിദുകളിൽ ശിർക്കുണ്ടോ മദ്ഹുണ്ടോ എന്ന വിഷയത്തിൽ പ്രസംഗിച്ചിരുന്നു. അതിന് മറുപടി എന്ന രൂപത്തിൽ നമ്മുടെ അലവി സഖാഫി ഇവിടെ സംസാരിച്ചു. അതിന് മറുപടി എന്ന നിലക്ക് ബഹുമാനായ ഫൈസൽ മുസ്ലിയാരും ഈ ഉള്ളവനും ഇവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ രണ്ട് വിഭാഗത്തിന്റെയും പരിപാടികൾ ഇവിടെ നടന്നപ്പോ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കണം എന്ന് താല്പര്യമുള്ള ഏതാനും സഹോദരങ്ങൾ മുസ്ലിം ഐക്യവേദിയുടെ ബാനറിൽ, ആ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ രണ്ട് വിഭാഗത്തിനും കത്തുകൾ നൽകി. സ്വാഭാവികമായി രണ്ട് വിഭാഗവും അത് സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 31-ാം തീയതി വെള്ളിയാഴ്ച ഇവിടെ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ ചർച്ച നടക്കുന്നത്. വൈകുന്നേരം ഏകദേശം 4:30-ക്ക് ആരംഭിച്ച ചർച്ച അവസാനിക്കുന്നത് രാത്രി 12:45 കഴിഞ്ഞ ശേഷമാണ്. വളരെ ദീർഘമായ ചർച്ച. എന്താണ് ചർച്ചയുടെ വിഷയം? ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ മുസ്ലിയാക്കന്മാരാകുകയാണ്. എന്താണെന്നറിയോ? ആ ചർച്ചയിൽ അതിനു മുമ്പ് ഐക്യവേദിയുടെ ആളുകൾ ഇരു വിഭാഗത്തെയും സംഘടിപ്പിച്ചുകൊണ്ട്, പ്രാദേശികരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്നു. മൗലിദ് പാരായണം മാത്രമായിരിക്കും നമ്മുടെ വിഷയം എന്ന് തീരുമാനിച്ചു. അത് കണ്ടപ്പോഴേ ഏറെക്കുറെ മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം അറിയാവുന്ന നമ്മളെല്ലാവരും ഏറെക്കുറെയൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം ഒരു വിഷയത്തിൽ മുസ്ലിയാക്കന്മാർക്ക് പിൻബലമില്ല, വിശുദ്ധ ഖുർആന്റെയോ സുന്നത്തിന്റെയോ പിൻബലമില്ല. മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ ഒരു കേൾപ്പുമില്ലാത്ത വിഷയം. മറ്റുള്ളതിൽ കേൾപ്പുണ്ട് എന്നല്ല. ഏതായിരുന്നാലും ചർച്ച നടക്കുകയാണ്. ചർച്ച നടന്നു. ഇരു വിഭാഗത്തിന്റെയും